എന്ന് ഞങ്ങൾക്കൊന്ന് കേൾക്കണോ? അള്ളാഹിന്റെ റസൂൽ ഇവരെ പറ്റി പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ദജ്ജാലുനെ കദ്ദാബുനെ കബളിപ്പിക്കുന്നവരും ധാരാളം കളവ് പറയുന്നവരാണ്, അവർ പേപ്പിക്കുന്നത് നോക്കണേന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനോട് ഇവർക്കുള്ള വെറുപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വെറുപ്പ് എന്നറിയോ? ഒരു മൗലവി പറഞ്ഞ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണ്ട, പറയണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ വെറുപ്പിൽക്കാണ് എന്ന് വെച്ചോണ്ടാ മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ട് തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോ നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആൻ ഒരു സ്ഥലത്തില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം എവിടെ സാധിക്കാനും റെഡിയാണ്. എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കുന്നത് ഏത് മൗലവിയാണുള്ളത്? പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഞാൻ തെളിയിക്കും. അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് പറയണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം എന്നതിന് നൂറുകണക്കിന് ആയത്ത് കൊണ്ട് ഞാൻ തെളിയിക്കും. ധൈര്യമായി പറയേണ്ടവ ഭൂരിഭാസം പറയും. ആധികാരികമായിട്ടാണ് പറയുന്നത്. മൂപ്പർക്ക് എന്തധികാരം? എന്തധികാരം? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണ്ടെന്ന് പറയാൻ അധികാരം? فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. الله പറയുന്നു ആരാ വിജയികള്? فالذين آمنوا به, നബിയെ വിശ്വസിച്ചവർ, നബിയെ കൊണ്ട് വിശ്വസിച്ചവർ ഒന്ന്. വഅസ്സറൂഹു, നബിയെ ബഹുമാനിച്ചവർ രണ്ട്. ഒന്നാമത് വേണ്ടത് വിശ്വാസം, രണ്ടാമത് വേണ്ട ബഹുമാനം. ബഹുമാനമുള്ളവരെ മദ്ഹ് പറയൽ ബഹുമാനിക്കല. ഒരാൾ മദ്ഹ് പറയെ ബഹുമാനിക്കുക. വഅസ്സറൂഹു, നബിയെ ബഹുമാനിച്ചവർ. വനസറൂഹു, നബിയെ സഹായിച്ചവർ മൂന്ന്. നിങ്ങൾ പറയേ പിന്തുടരൽ നാലാമത്തെ കാര്യമായിട്ട് അള്ളാഹ് എണ്ണുന്നത് കേട്ടോ. വല്ലദീന ആമനൂ ബിഹി, നബിയെ കൊണ്ട് വിശ്വസിച്ചവർ. വഅസ്സറൂഹു, നബിയെ ബഹുമാനിച്ചവർ. വനസറൂഹു, നബിയെ സഹായിച്ചവർ. വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹു, നബിയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും പിന്തുടർന്ന് ജീവിക്കുന്നവർ. അത് നാലാമത്തെ കാര്യമായിട്ട് അള്ളാഹ് എണ്ണുന്നത്. വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അതും വേണം. നബിയെ തുടരണം, അത് നിർബന്ധം തന്നെ. പക്ഷെ അള്ളാഹ് എണ്ണുന്നത് കണ്ടോ നിങ്ങൾ? ഒന്നാമത്തെ നബിയെ കൊണ്ടുള്ള ഈമാൻ വിശ്വാസം, രണ്ടാമത്തെ നബിയോട് ബഹുമാനം, മൂന്നാമത്തെ നബിയോട് സഹകരണം, നാലാമത് നബിതങ്ങളെ പിന്തുടർന്ന ജീവിതം. ഇത് പറഞ്ഞിട്ടത് പറയുന്നത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഈ നാല് കാര്യമുള്ളവരാണ് വിജയിച്ചവർ. മൗലവിമാര് വന്ന് നബിയുടെ മദ്ഹ് പറയണ്ട, ഖുർആനില്ല. ഓ സഹോദരന്മാരെ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിൽ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എന്താണ് മൗലവിമാരെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു മദ്ഹ് പറയുന്നു, മലക്കുകൾ മദ്ഹ് പറയുന്നു, നിങ്ങളും മദ്ഹ് പറയണം എന്ന ആയത്തിനർത്ഥമില്ലേ? ബുഖാരിയുടെ വ്യാഖ്യാനമില്ലേ എന്ന് പറയുന്നത്? ഖുർആൻ ഒരു സ്ഥലത്തും മുഹമ്മദ് നബിയുടെ മദ്ഹ് പറയണമെന്ന് പറഞ്ഞിട്ടില്ല.